അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ആദരണീയരായ ഡോക്ടർ കെ ഇല്യാസ് മൗലവി, സിടി സുഹൈബ് സാഹിബ്, ടി മുഹമ്മദ് വേളം, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ കുറച്ച് സമയം നമ്മൾ സ്കോളേഴ്സിനോടൊത്ത് ചെലവഴിക്കുകയാണ്. ചില കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും വിശദീകരിച്ചും ഒക്കെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മുടെ ടൈം ഷെഡ്യൂളിൽ വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണ് ഇതിനുള്ളൂ. എന്നാലും ഉള്ള സമയം നമുക്ക് അള്ളാഹു ഏറ്റവും പ്രയോജനകരമാക്കി തരുമാറാകട്ടെ. ആദ്യം ബഹുമാന്യനായ ഇല്യാസ് മൗലവിയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. സാധാരണ ഖുർആൻ പാരായണം അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ നടത്തണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ പറയാറുണ്ട്. പക്ഷെ വേറെ ചില ആളുകൾ പറയും അതിൻ്റെ ആശയം ഉൾക്കൊണ്ടാൽ പോരെ, എന്തിനാണ് ഈ പാരായണം, അതിൻ്റെ നിയമങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആശയത്തിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കുകയല്ലേ ചെയ്യുക എന്ന് ചില ആളുകൾ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ. പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അത് വരമൊഴിയായിക്കൊണ്ട് ഒരു കിതാബ് എവിടെയോ കൊണ്ടുപോയി ഇറക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. വാമൊഴിയായി ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തു കൊടുത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് പാരായണം ചെയ്തു കൊടുത്ത് വാമൊഴിയായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മൗലവിനോട് ചോദിക്കുന്നത് ഈ ഇൽമു തജ്വീദിൻ്റെ, പാരായണ ശാസ്ത്രത്തിൻ്റെ നാൾവഴികളെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം അതേത് ഭാഷയിലാണോ ആ ഭാഷാ നിയമപ്രകാരം ആ ഭാഷ പഠിച്ചവർക്ക് വായിക്കാം. അതിന് യാതൊരു നിയമവുമില്ല. ആ ഭാഷാ നിയമമനുസരിച്ച് അത് വായിക്കാം. അതാണ് അതിൻ്റെ നിയമം. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണെങ്കിലും അറബി ഭാഷാ നിയമങ്ങൾ പഠിച്ച ഒരാൾക്കും ഖുർആൻ വേണ്ട രൂപത്തിൽ വായിക്കാൻ കഴിയുകയില്ല. എന്നാൽ അറബി ഭാഷ ഒട്ടും പഠിക്കാത്ത ഒരാൾക്കും ഖുർആൻ വേണമെങ്കിൽ ഏത് രൂപത്തിലാണോ അത് വായിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത്, അങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്യാം. ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം എങ്ങനെ വായിക്കണം എന്ന് സവിശേഷം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. അതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു നേർക്ക് നേരെ ഏറ്റ കാര്യമാണ്. ഖുർആന്റെ പാരായണവും അങ്ങനെ തന്നെ. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, സനുഖ്രിഉക ഫലാ തൻസാ, നാം താങ്കൾക്ക് വായിച്ചു തരും, അപ്പോൾ താങ്കൾ മറന്നു പോവുകയില്ല. എങ്ങനെയാണ് വായിച്ചു തരിക? അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതിനെപ്പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന ثم إن علينا بيانه. അല്ലാഹു തന്നെ പറയാ,
ഇന്ന അലൈന ജംഅഹു വ ഖുർആന, ഖുർആൻ ക്രോഡീകരിക്കലും അതിൻ്റെ വായന എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരലും നമ്മുടെ ബാധ്യതയാണ്. فَإِذَا قَرَأْنَاهُ فَاتَّبِعْ قُرْآنَ, അങ്ങനെ നാം അത് പാരായണം ചെയ്താൽ താങ്കൾ ആ പാരായണം ഫോളോ ചെയ്യണം, അത് പിന്തുടരണം, അതുപോലെ പാരായണം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ഇങ്ങോട്ട് അവതരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ വിളിക്കും. എന്നിട്ട് അത് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചതുപോലെ ഈ സഹാബിമാരെ കേൾപ്പിച്ചു കൊടുക്കും. ആ സഹാബിമാർ കേൾക്കാത്ത സഹാബിമാരെ കേൾപ്പിച്ചു കൊടുക്കും. അതിൻ്റെ പുറമെ 3 നമസ്കാരങ്ങളിലും ജുമയിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യും. അതൊക്കെ പിന്നിലുള്ള ആദ്യം 100, പിന്നെ 10,000, 10,000. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന് 1,00,000-ഓളം ആളുകൾ സഹാബിമാർ, അവരൊക്കെ നബിയിൽ നിന്ന് തന്നെ കർണികയ കേട്ട് കേട്ട് അങ്ങനെ ഖുർആനിൻ്റെ പാരായണവും ഒരുപോലെ, അതിൻ്റെ ഹൃദിസ്ഥമാക്കലും പാരായണം ചെയ്യലും ഒരുപോലെ വന്നു. അതുകൊണ്ട് ഇന്ന് വലിയൊരു പണ്ഡിതൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹിഫ്ള് പഠിക്കുന്ന കുട്ടി കേട്ടിട്ട് പറയും നിങ്ങൾ ഓതിയ തെറ്റാന്ന് പറയും. കാരണം ബിസ്മില്ലാഹി എന്ന് നീട്ടാൻ പറ്റൂല. ഉദാഹരണത്തിന് ഒരാൾ നീണ്ട താടിയെന്ന് വിചാരിച്ചോ, ഓൻ്റെ താടി നമ്മളാരോ പറയോ, താടി എത്ര നീളമാണെങ്കിലും അത് പറച്ചിലിൻ്റെ ഒരു കോലുണ്ട്. ഒരാളെ മീശ കുറേ നീണ്ട മീശ, ഓൻ്റെ മീശൻ്റെ കോലം കണ്ടില്ലേ, അത് കേൾക്കുമ്പം തന്നെ ഒരു അരോചകത്വ. അതുകൊണ്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചു തന്നതുപോലെ അങ്ങനെ തന്നെ ആഫ്രിക്ക പാരായണത്തിൻ്റെ പ്രാധാന്യം, ആ പാരായണം കേട്ടിട്ട് ആയിരങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സയ്യിദ് ഖുത്ബ് റഹിമഹുല്ല അമേരിക്കയിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ വെച്ച് ജുമാ നമസ്കരിക്കുമ്പോൾ ഖുതുബയിൽ പരിശുദ്ധ ഖുർആൻ ഓതിയത് ഒരു യൂഗോസ്ലാവിയൻ സ്ത്രീ കേൾക്കുകയും അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് അതിൻ്റെ മനസ്സ് പടച്ചതുമൊക്കെ സയ്യിദ് ഖുത്ബ് തൻ്റെ ഫീദിലാൽ ഖുർആനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണം തെജീവീദ് നിയമം പിന്നീട് ഉണ്ടായതാണെങ്കിലും ആ നിയമം പോലും പാരായണത്തിൻ്റെ നിയമങ്ങൾ പിന്നീട് ക്രോഡീകരിച്ചാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ചിഹ്നങ്ങളും അക്ഷരങ്ങളും പോലും എന്ന് സംക്ഷിപ്തമായിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അതിലിപ്പോൾ ഉള്ള കാര്യം, ഈ ഇൽമു തജ്വീദിൻ്റെ കിതാബുകളൊക്കെ പിൽക്കാലത്ത് വന്നതായതുകൊണ്ട് അങ്ങനെ ഒരു രീതി തന്നെ പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയാണ് ആ ചോദ്യത്തിൻ്റെ വിഷയം. അതായത് ഇപ്പം നഹ്വും സർഫും, നഹ്വ് അഥവാ അറബി ഗ്രാമർ നിയമങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണ് നഹ്വും സർഫും ഉണ്ടാക്കിയത് തന്നെ. ചിലവർ പറയും നഹ്വ് നോക്കിയിട്ട് തെറ്റാന്ന് പറയും. നഹ്വ് വെച്ച് നോക്കുമ്പോൾ ഖുർആൻ തെറ്റാ. ആ ഖുർആൻ നോക്കിയിട്ട് ആ നഹ്വിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ. എന്നതുപോലെ ഖുർആൻ എങ്ങനെയാണോ പാരായണം ചെയ്യപ്പെട്ടു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ നീട്ടിയത് അവിടെ നീട്ടാൻ പാടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അവിടെ നീട്ടി എന്നപ്പോൾ പണ്ഡിതന്മാർ അത് കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് അവർ നീട്ടിയത്. അങ്ങനെയാണ് ആ നിയമം പിന്നീട് ഉണ്ടായി വരുന്നത്. നമുക്കിനി ടി മുഹമ്മദ് സാഹിബിനോട് ചോദിക്കാം. ഈ കുടുംബം, സദാചാരം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആനിന് വളരെ കൃത്യമായ ധാരണയും അധ്യാപനങ്ങളും, ധാരണ എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മമല്ല ഖുർആൻ്റെ കാര്യമായതുകൊണ്ട്, ഖുർആൻ വളരെ കൃത്യമായി വഴി കാണിക്കുന്നുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഉള്ള പ്രവണതകൾ, ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ, അവരൊക്കെ ഞങ്ങൾ മുസ്ലിം ട്രാൻസ്ജെൻഡറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടിക്കുകയും ഖുർആനിനെ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ധാർമ്മിക സദാചാര ബോധം നൽകുന്ന ഖുർആനിനെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് എങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. ഖുർആനിൻ്റെ ആകെ മൊത്തം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹക്കിനെ നമുക്ക് പറഞ്ഞു തരിക എന്നതാണ്. അതാണ് ഖുർആൻ ചെയ്യുന്നത്. ഖുർആൻ അതിൻ്റെ അനുവാചകരോട് എന്തിനാണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ഹക്കിനെ മനസ്സിലാക്കണം. അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം, സൃഷ്ടാവിൻ്റെ യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ യാഥാർത്ഥ്യം, അവരുടെ അവകാശങ്ങൾ, ബാധ്യതകൾ, ഇങ്ങനെ നമ്മൾ സത്യം, യാഥാർത്ഥ്യം എന്ന് താൽക്കാലികമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് വാദങ്ങളും ഹക്കല്ല. അത് ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ജെൻഡർ ഒരാൾ ആണാണ്. ഞാനിപ്പോൾ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണായിട്ട് പടച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് അയാളുടെ ശരീരം ആണാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തിയാൽ ആണാണ്. പക്ഷെ അയാൾക്ക് മാനസികമായിട്ട് തോന്നുന്നതിന് തന്നെ മാനസികമാണല്ലോ, ഞാൻ പെണ്ണാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ ഇതിലെ വസ്തുത എന്താണ്? ഇയാളുടെ തോന്നലാണോ വസ്തുത, അല്ലെങ്കിൽ ഇയാളുടെ ശാരീരിക അവസ്ഥയാണ്? തോന്നൽ ഖുർആന്റെ ഭാഷയിൽ ദന്നാണ്. ലാ യുഗ്നി മിനൽ ഇന്നൽ ദന്ന ലാ യുഗ്നി മിനൽ ഹഖി ഷൈഅ. ഒരാളുടെ തോന്നൽ ഹക്കിന്റെ കാര്യത്തിൽ ഒരു ഉപകാരവും ചെയ്യുകയില്ല, അതൊന്നും സംഭാവന ചെയ്യുന്നില്ല. ദന്നിനെ, തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്നിൻ്റെയും യാഥാർത്ഥ്യത്തെ നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പം അത് അയാളുടെ തോന്നൽ മാത്രമാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ആണ് പെണ്ണാണ് എന്ന് അവകാശപ്പെടുന്നു, അതാണ് ട്രാൻസ് വിമൺ. അവർ സ്ത്രീകളുടെ സ്പോർട്സിൽ പോയിട്ട് മത്സരിച്ചിട്ട് പെണ്ണുങ്ങളുടെ സർവ്വകാല റെക്കോർഡുകളൊക്കെ തകർക്കുന്നു. അതുപോലെ അത്തരം ചില കുറ്റവാളികൾ തങ്ങൾ ട്രാൻസ് വിമണാണ് എന്ന് അവകാശപ്പെടുന്നു, അവരെ സ്ത്രീകളുടെ ജയിലിലടക്കുന്നു, അവർ വഴി മറ്റു സഹ തടവുകാരികൾ ഗർഭിണികളാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ, ഫസാദുകൾ വർത്തമാന ലോകത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കുഴപ്പമുള്ള മനുഷ്യനാണ്, പക്ഷേ ഇത് ഭ്രാന്താണ്, ഈ ട്രാൻസ്ജെൻഡറിസം ഇത് അമേരിക്കയിൽ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അവിടെ ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടുകൂടിയാണത്. അപ്പോൾ ഖുർആനിനെ ഇനി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള വഴിയാണ് ഖുർആൻ. ഇനി ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം? അതിനെ സ്ത്രീപക്ഷ വായന അല്ലെങ്കിൽ ജെൻഡർ വായന ഇങ്ങനെയാണോ? അതുകൊണ്ടാണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള വഴിയാണ് ഖുർആൻ. ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം? യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി. അതിനെ ഹക്കായിട്ട് വായിക്കണം. ഖുർആനെ പല രീതിയിൽ വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞത് യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അല്ലെ, ഈ ഖുർആൻ കൊണ്ട് തന്നെ ആളുകൾ ദലാലത്തിലാകും, ഖുർആൻ കൊണ്ട് തന്നെ സന്മാർഗത്തിലുമാകും. രണ്ടിനും സാധ്യതയുണ്ട്. അതിന് ദലാലത്തിലാകാൻ ഖുർആന്റെ പുറത്ത് വേറെന്തോ വായിക്കൊന്നും വേണ്ട, ഖുർആനെതിരായത് വായിക്കണമെന്നില്ല. ഖുർആൻ വായിച്ച് തന്നെ ദലാലത്തിലാകാം. അപ്പൊ ഖുർആൻ ഒരു ഗ്രന്ഥം, പുതിയ ഭാഷയിൽ ഒരു ടെക്സ്റ്റ് മാത്രമല്ല, മറിച്ച് അതൊരു ഗ്രന്ഥവുമാണ്, ഒരു വായനാരീതിയുമാണ്. ആ വായനാരീതി ഗ്രന്ഥത്തിൽ തന്നെ ഇൻഹറിൻ്റ് ആയിട്ടുള്ള, ഇൻബിൽട്ട് ആയിട്ടുള്ള, അതിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. ആ വായനാരീതിയെ മാറ്റി നിർത്തിയിട്ടൊരു ഖുർആനില്ല. അങ്ങനെ ഖുർആനെ സമീപിക്കാൻ തുടങ്ങിയാൽ ഖുർആന്റെ വികലമായ വായനകളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് പല കമ്പൊരുളുകളും ജെൻഡർ വായനകളും സ്ത്രീപക്ഷ വായനകളും പലതും ഉണ്ടായിത്തീരുന്നത്. ഇനി നമ്മൾ സുഹൈൽ സാഹിബിനോടാണ് ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അപ്പോൾ ഖുർആൻ ജീവിത വിജയത്തിന് ഉള്ളതാണ്, അതൊരു വിമോചന പ്രത്യയശാസ്ത്രമാണ്. ആശയപരമായിട്ട് അതിനോട് കിടപിടിക്കാൻ ലോകത്തൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ വായന തന്നെ, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു അനുഭവം തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, ആശ്വാസവും സാന്ത്വനവും ലഭിക്കുന്ന ഒരു ഷിഫ ആണ്. ഷിഫ ഉലിന്നാസ്, ജനങ്ങൾക്കുള്ള ഒരു ഷിഫയാണ് എന്ന അർത്ഥത്തിൽ എങ്ങനെ നമുക്ക് ഖുർആനിനെ അങ്ങനെ സമീപിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ പറ്റും? അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിൽ പടച്ചോൻ നമ്മളോട് സംസാരിക്കുകയാണല്ലോ. പടച്ചോൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരുന്ന,
നമുക്ക് അസുഖം ഉണ്ടാവുമ്പോൾ നമുക്ക് ശിഫ നൽകുന്ന നമ്മുടെ പടച്ചോൻ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ആ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. ആ രീതിയിൽ നമ്മൾ ഖുർആനെ സമീപിച്ച് നോക്കുമ്പോൾ പടച്ചോൻ എന്നോട് സംസാരിക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. കാരണം ഖുർആൻ ബുദ്ധിയോട് മാത്രമല്ല കൽബിനോട് കൂടിയാണ് സംസാരിക്കുന്നത്, നമ്മളുടെ മനസ്സിനോട് കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മളുടെ ആലോചനകളെ, ചിന്തകളെ, അസ്വസ്ഥതകളെ, നമ്മളുടെ അത്തരം മനോവ്യാപാരങ്ങൾ, മനോവ്യവഹാരങ്ങൾ, മനോവ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ കേൾവി തന്നെ, ഇപ്പൊ നേരത്തെ ഇല്യാസ് മൗലവി പറഞ്ഞതുപോലെ ആ മനോഹരമായ ഖുർആനിന്റെ കേൾവി തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ മനസ്സിനൊരു ശാന്തത നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പലയിടത്തും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ, അപ്പൊ ഫലസ്തീനിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഈ പരിക്കേറ്റ ആളുകൾ, പ്രത്യേകിച്ച് മക്കളൊക്കെ, അവർ ഖുർആൻ കേട്ടിട്ടാണ് ഈ ചികിത്സക്ക് വിധേയമാകുന്നത്. കാരണം അതിൽ അവരുടെ മനസ്സ് അതിനോടൊപ്പം ഉണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയെ മറികടക്കാൻ കൂടി അതിനെ സഹായിക്കുന്നു എന്നാണ്. അതൊരു ഷിഫയാണ്, മനസ്സിൻ്റെ ഒരു സമാധാനമായി മാറുകയാണ്. ഇപ്പോൾ ഖുർആൻ എങ്ങനെയാ ഷിഫയായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കേൾവി മാത്രമല്ല, അതിൻ്റെ ആശയങ്ങളാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളെക്കുറിച്ച് നമ്മളോട് അള്ളാഹു സംസാരിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് വലിയ ടെൻഷനുകൾ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, പേടി ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ വികാരങ്ങളോടൊക്കെ ഖുർആൻ സംസാരിക്കുന്നുണ്ടല്ലോ. നമ്മൾ വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം, നമ്മളാകെ പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു സമയത്താണ് ഖുർആൻ നമ്മളോട് പറയുന്നത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് പറയാണല്ലോ, എൻ്റെ കൂടെ റബ്ബുണ്ട്, റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. നമ്മളിനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. അതങ്ങനെ വലിയ കാരണം ആവണമെന്നൊന്നുമില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് പടച്ചോന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇല്ലല്ലോ എന്ന് പറയുന്ന ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സമാധാനമുണ്ട്. അതിനാണ് ഈമാൻ എന്ന് പറയാ. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്ന് പറയാറുണ്ട്. അറബി ഭാഷയിൽ അമ്ന് എന്ന പദത്തിൽ നിന്നാണല്ലോ ഈമാൻ ഉണ്ടായത്. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്, പേടില്ലാതിരിക്കുക എന്നാണ്. അതായത് ജീവിതത്തിൽ ഒന്നിനെയും, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ധൈര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാൻ ഉണ്ടാവുക എന്നാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്ക് ആകെ ബേജാറായി പോകും. ചിലപ്പോൾ അങ്ങനെ ബേജാറായി പോകുന്നത് നമ്മളുടെ ഒരു ഈമാനിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. ബേജാറായി പോകാത്തൊരു മനസ്സുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പോയ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ സമയത്ത് നമ്മൾ എന്താ പടച്ചോനെ, ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ, നോമ്പെടുക്കാറുണ്ടല്ലോ, ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ, എന്നിട്ടും എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാത്തൊരു പ്രയാസം എനിക്കുണ്ടാവുന്നത് എന്ന് പറയുമ്പോഴാണ് ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രയാസപ്പെടരുത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ? അതിലെന്തോ ഒരു ഹൈറുണ്ടാവും. പടച്ചോൻ അതിലെന്തോ ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവുക. അതുപോലെ ചില സാധനം ഉണ്ടാവും. നമ്മളിപ്പോൾ പടച്ചോനോട് കുറെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറെ അധ്വാനിച്ചിട്ടുണ്ടാവും, കുറെ പണിയെടുത്തിട്ടുണ്ടാവും, നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് കിട്ടൂല. അപ്പൊ നമ്മളാകെ ഒരു അസ്വസ്ഥതായി പോകും. കാരണം ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ പടച്ചോൻ എനിക്ക് തരാത്തത്? അപ്പോഴാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അസാ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൽ ലഹും. ശർറുൽ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചാൽ അത് നിങ്ങൾക്ക് ഷർറായി മാറിയേക്കാം. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ നമുക്ക് കഴിയണം. അതായത് നമ്മൾ ആഗ്രഹിച്ചു എന്നതുകൊണ്ട് പടച്ചോൻ നമുക്ക് തരാതിരിക്കുന്ന ഒരു സമയത്ത് പടച്ചോന് നമ്മളോട് എന്തോ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ആ സംഗതി നമ്മുടെ ജീവിതത്തിൽ തന്നാൽ ചിലപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു വിപത്തുണ്ടാവും, എന്തോ ഒരു ഷെറുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടച്ചോന്റെ കാരുണ്യം കൊണ്ട് അത് എനിക്ക് തരാതിരുന്നതാണ്. കാരണം എന്നെക്കുറിച്ച് എന്നേക്കാൾ അറിയുന്നത് പടച്ചോനാണല്ലോ. അപ്പൊ ഇങ്ങനെ കുറേ ആയത്തുകൾ ഉണ്ടാവും, നമ്മുടെ ജീവിതവുമായി, നമ്മളുടെ സാഹചര്യങ്ങളുമായി സംവദിക്കുന്ന ആയത്തുകൾ. അതിലൂടെ കടന്നു പോകുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ നമുക്കൊരു ശിഫയായിട്ട്, സമാധാനമായിട്ട് അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും. ഈ ഖുർആൻ വായന ഇന്ന് പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചല്ല പറയുന്നത്.
ഇപ്പോൾ ഖുർആൻ വിവർത്തന ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ട്. അത് പ്രിൻ്റഡ് ആയിട്ട് മാത്രമല്ല ഓൺലൈനായിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, അത് പഴയ കാലത്തുണ്ടോയെന്ന് അറിയില്ല, ഇപ്പം എന്തായാലും ഈ വിവർത്തനങ്ങൾ വായിക്കുകയും വ്യാഖ്യാനങ്ങൾ സ്വയം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സ്വയം വ്യാഖ്യാനിക്കുന്ന, ഖുർആനിനെ സ്വയം വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത കൂടുതൽ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും നെറ്റ് വഴിയുള്ള വായനയിലൂടെ ഒക്കെയുള്ള ആളുകളാണ് അതിന് കാണുന്നത്. അപ്പോൾ അവർ ഹദീസിനെ അംഗീകരിക്കുന്നുണ്ടാവില്ല, പണ്ഡിതന്മാരുടെ കിതാബുകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിക്കൊടുക്കാണ്, സങ്കീർണമാണ്. ഈ ഫിഖ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു കീറാമുട്ടിയാണ് എന്നുള്ള സ്വഭാവത്തിലാണ്. അപ്പോൾ ഖുർആനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത ഉണ്ട്, അതൊരു ഭാഗത്ത്. എന്നാൽ അതേ സമയത്ത് ഈ ഖുർആൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പൗരോഹിത്യം മറുഭാഗത്തും ഉണ്ട്. ചിലപ്പോഴൊക്കെ ഈ പൗരോഹിത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അപ്രമാദിത്വമായിരിക്കണം ഈ അങ്ങേയറ്റം ശക്തിപ്പെടാനുള്ള ഒരു കാരണവും ആകുന്നുണ്ടാവുക. അപ്പം ഇതിൻ്റെ ഇടയിലുള്ളൊരു മധ്യമ മാർഗം എന്താണ്? പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും എങ്ങനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്നതും ഒരു അറ്റമാണ്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ ഖുർആൻ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുന്നത് മറ്റൊരറ്റമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് വസ്തുത. ഇത് ഏതൊരാൾക്കും, ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം പറയാം. ഖുർആനിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഒരായത്ത്, വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ്, നിങ്ങളുടെ ഭാര്യമാര് വിട്ടേച്ച് പോയ സ്വത്തിൽ നിങ്ങൾക്ക് നേർ പകുതിയാണുള്ളത്, അവർക്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ. ഇതൊരു മുസ്ലിം വായിച്ചാലും ഒരേ അർത്ഥം കിട്ടുക, അറബി ഭാഷ അറിയുന്ന അല്ലെങ്കിൽ പരിഭാഷ വായിച്ച ഒരു അമുസ്ലിം വായിച്ചാലും യുക്തിവാദി വായിച്ചാലും ഹാഫ്, നിസ്ഫ്, അര എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല, ആര് വായിച്ചാലും ഒരേ മാതിരിയാണ് കിട്ടുക. അതേപോലെ നിരപരാധികളായ വിശ്വാസിനികളെ അപവാദം പറഞ്ഞാൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, അവർക്ക് നിങ്ങൾ 80 അടി അടിക്കണം, വ്യഭിചാരാരോപണം വെറുതെ ഉന്നയിച്ചാൽ എന്ന് ഖുർആൻ പറഞ്ഞ ഈ 80 അടി എന്നത് ആരും 80 എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും അതറിയാം, വ്യക്തമാണ്. അതേസമയം ഖുർആനിലെ ചില ആയത്തുകൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പോലും യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് എന്ന് നിർണയിക്കാൻ മറ്റൊരു പരസഹായം ആവശ്യമുണ്ടാവും. ഉദാഹരണം പറയാ, വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസതു ഖുറൂ, വിവാഹമോചിതകൾ 3 ഖുർഇ കാലം ഇദ്ദ ആചരിക്കേണ്ടതാണ്. ഈ ഖുർഇ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പീരീഡ് എന്ന് പറയാം, കൃത്യമായ അർത്ഥ. അറബി ഭാഷയിൽ ആർത്തവത്തിനും അങ്ങനെ പറയും, ശുദ്ധികാലത്തിനും അങ്ങനെ പറയും. അള്ളാഹു ഇവിടെ എന്താ ഉദ്ദേശിച്ചത് എന്നത് വേറെ ചില അത് പരസഹായം ഹദീസുകളൊക്കെ വേണം അത് കൃത്യമായി നിർണയിക്കാൻ. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ച സ്ത്രീയെയും മോഷ്ടിച്ച പുരുഷനെയും കൈ മുറിക്കുക എന്നുണ്ട് ഖുർആനിൽ. കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രം കഴുകുക എന്നാണ്, കൈ പത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം മുദ്രാവാക്യം വിളിക്കുമ്പോൾ കൈ ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർത്തണല്ല പറയുക, അത് ഇങ്ങനെ ഉയർത്തിയതിനെ പറ്റിയാ. അപ്പം എല്ലാത്തിനും കൈ എന്നാ പറയുക. അള്ളാഹു ആണെങ്കിൽ കട്ടവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞിരുന്നു, ഇവിടെ മുരട അർക്കം മുറിക്കണം എന്നാണോ മുൻകൈ മുറിക്കണം എന്നാണോ? അപ്പം അതിന് ഡിക്ഷണറി നോക്കി അർത്ഥം നോക്കിയാൽ എന്തായി പറഞ്ഞത് മനസ്സിലാവില്ല. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഖുർആൻ നേരിട്ട് ഒരു ചരടിൽ കെട്ടി ഇങ്ങോട്ട് ഇറക്കാതെ അതിനാദ്യം തന്നെ ഒരു ട്രെയിനറെ പരിശീലിപ്പിച്ചിട്ട് ജനങ്ങളിലേക്ക് വിട്ടത്. അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ, മുഹമ്മദ് നബിയാകുന്ന ഗുരുനാഥൻ, ട്രെയിനർ, താങ്കൾക്ക് നാം ഇത് ആദ്യം തന്നത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം,
ജനങ്ങൾക്ക് അവതീർണമായ ഈ ഗ്രന്ഥം താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സിലബസ് തരുമ്പം തന്നെ ആ സിലബസ് എങ്ങനെ പഠിപ്പിക്കണം, വിശദീകരിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ അള്ളാഹു തന്നെ ഒരു ട്രെയിനറെ, ഒരു ഗുരുനാഥനെ, ഒരു വിശദീകരണ ആളെ കൂടെ അതിൻ്റെ കൂടെ അദ്ദേഹത്തിനാണിത് അവതരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഖുർആൻ മുഴുവനും ഒരേ ഘടനയിലല്ല. ആർക്കും ലളിതമായി മനസ്സിലാക്കാവുന്ന ഭാഗങ്ങൾ ഖുർആനിലുണ്ട്. അതാർക്കും പരിഭാഷ വായിച്ചാലും മനസ്സിലാകും. എന്നാൽ ചില ഭാഗം ബുദ്ധിയും വിവേകവും കഴിവും അറിവും ഒക്കെ ഉണ്ടായാലും എന്താണ് ഈ പറഞ്ഞത് എന്നതിനെപ്പറ്റി നന്നായി പഠിക്കേണ്ടി വരും, ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. എന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജ്ഞാനികൾക്ക് മാത്രമല്ലാതെ മനസ്സിലാവുകയില്ല എന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഖുർആൻ വചനങ്ങളുടെ ഘടന. ഇത് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുകയില്ല. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ ഫിഖ്ഹ് എന്ന് പറയുന്നത് അത് ഖുർആനിൽ നിന്ന് വേറിട്ട എന്തോ ഒരു സംഗതി പോലെയാണ് ഈ പ്രചരിക്കപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറയുന്നത് ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന ഒരു സംഗതി ആണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചിന്ത? അതൊരു ഉദാഹരണ സഹിതം വിശദീകരിച്ചു തരാം. സൂറത്തുൽ ജുമഅയിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം ജുമഅയുടെ സമയമായാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോകണം. ഇത് ഓർഡറാണ്, കൽപ്പനയാണ്. ആ കൽപ്പന ക്രിയ തന്നെ അതിൻ്റെ ശേഷം നമുക്ക് കാണാം, ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു, ജുമാ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കണം. ആദ്യം പറഞ്ഞതും കൽപ്പനയാണ്, രണ്ടാമത് പറഞ്ഞതും കൽപ്പനയാണ്. ആദ്യം പറഞ്ഞ അനുസരിച്ച് ആ സമയത്ത് കച്ചവടം ചെയ്യുന്നൊക്കെ നിർത്തിവെച്ച് പള്ളിയിൽ പോകണം. ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും പള്ളിയിൽ നിന്നിറങ്ങി നേരത്തിലേക്ക് ഓടിക്കൊള്ളണം. അപ്പോൾ ഇത് രണ്ടും കൽപ്പനയാണ്. പക്ഷേ ഈ രണ്ട് കൽപ്പനക്ക് രണ്ട് ധ്വനിയാ. ഒരു സമ്മേളന നഗരിയിൽ ചെന്നപ്പോൾ ഒരു സ്ഥലത്തുണ്ട് ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കണം, വേറൊരു സ്ഥലത്ത് ഇവിടെ മൂത്രമൊഴിക്കുക. ചെരുപ്പ് അഴിച്ചു വെക്കൽ നിർബന്ധമാണ്. എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെക്കാണ്ട് കയറാൻ പറ്റൂല എന്നതുപോലെ എല്ലാവരും ഇവിടെ മൂത്രമൊഴിക്കുക, വേറെ എവിടെ മൂത്രമൊഴിക്കരുത് എന്നാ പറഞ്ഞത്. ആർക്കെങ്കിലും മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒഴിക്കുകയാണെങ്കിൽ ഇവിടെ ഒഴിക്കാവൂ. പക്ഷെ എഴുതി വെച്ച ബോർഡ് എന്താണ്? ഇവിടെ മൂത്രമൊഴിക്കുക. ഒരാൾ മനസ്സിലാക്കുക, എല്ലാവരും ആടെ പോയി മൂത്രമൊഴിക്കണം എന്ന് മനസ്സിലാക്കി എങ്ങനെ ഉണ്ടാവും? എല്ലാം കൽപ്പനക്രിയയാണ്. കൽപ്പനക്രിയകൾക്ക് ഓരോരോ ധ്വനിയാണ് ഉണ്ടാകുക. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്രൗണ്ടിൽ മകൻ കളിക്കുന്ന കണ്ടപ്പോ വാപ്പ മോനോട് പറഞ്ഞു, നിനക്കുള്ളത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ഒരുത്തൻ മനസ്സിലാക്കിയെന്ത്, ഓന് വീട്ടിലെത്തേണ്ട താമസം നല്ല പൊട്ടുന്ന് വാപ്പാനെടുത്തുനിന്ന് പൊട്ടു. എന്നാൽ ഇവന്റെ സുഹൃത്ത് മനസ്സിലാക്കി, ഇവൻ വാപ്പ പറഞ്ഞിരുന്നു നീ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ നിനക്ക് ഞാനൊരു മൊബൈൽ മേടിച്ചു തരും. അപ്പോൾ ഓൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത് ഇവൻ കളിക്കായതുകൊണ്ട് വാപ്പാനെ കണ്ട് പറഞ്ഞ നിനക്കുള്ളത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് സന്തോഷ വാർത്തയാണ്, മറ്റേത് താക്കീതാണ്. പക്ഷേ ആ പശ്ചാത്തലം അറിയാത്തവർക്ക് ഏതായാലും ഉദ്ദേശം എന്ന് മനസ്സിലാവൂല. ഇതൊക്കെ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, അതിനാണ് ഫിഖ്ഹ് എന്ന് പറയുക. ജുമഅന്റെ കാര്യം തന്നെ പറയാം. രണ്ടാമത്തെ കൽപ്പന, ഒരു വിലക്ക് വന്നതിന് ശേഷം വദറുൽ ബൈഅ, കച്ചവടം, ആ സമയത്ത് ഒരു ബിസിനസ്സും പാടില്ല എന്ന് വിലക്ക് വന്നത് ജുമഅ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിലക്ക് വന്നതിന് ശേഷം പിന്നീട് ആ വിലക്ക് നീക്കിയാൽ ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാതെ നിർബന്ധമായ കൽപ്പനയല്ല എന്ന നിയമം ഫുഖഹാക്കൾ ഉണ്ടാക്കി. അവിടെയാണ് ഫിഖ്ഹുൽ ഖുർആൻ എന്ന് പറയുന്നത്. ടീം നേരത്തെ പറഞ്ഞു ഈ സ്ത്രീപക്ഷ വായന എന്നൊരു വാക്ക് പ്രയോഗിച്ചു. പുതിയ കാലത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഖുർആൻ സ്ത്രീപക്ഷ വായന, കീഴാളപക്ഷ വായന എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സാധാരണ ഖുർആൻ പഠിതാക്കൾ ഏത് പക്ഷത്ത് നിന്നാണ് വായിക്കേണ്ടത്? അത് ഞാൻ വിശദീകരിച്ചിരുന്നു. ഖുർആൻ ഒരു ഗ്രന്ഥം മാത്രമല്ല, ഒരു വായനാ രീതി കൂടിയാണ്. ഖുർആനിൻ്റെ പക്ഷത്ത് നിന്നാണ് വായിക്കേണ്ടത്.
അതുകൊണ്ടാണ് യത്ലൂനഹു ഹക്ക തിലാവത്തിഹി, ഹക്കല്ലാത്ത തിലാവത്തുകൾ ഉണ്ടാകും. അപ്പോൾ ഖുർആനിനെ ഇപ്പോൾ പിന്നെ സ്ത്രീപക്ഷവായന മാത്രമൊന്നുമല്ല, ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ മുമ്പ് ഈ മഞ്ചേരി മർക്കസുൽ ബിഷാറ കേന്ദ്രീകരിച്ചിട്ട് അവർ ക്രിസ്തു മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഖുർആൻ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങൾ, വായനകളുണ്ട്. അപ്പോൾ അവിടെ ഖുർആനിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അള്ളാഹുവും റസൂല് പഠിപ്പിച്ച, അതിന് സലഫ് സാലിഹീങ്ങൾ പഠിപ്പിച്ച ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വായിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ യഥാർത്ഥ ദീന്, അതിൽ അവ്യക്തതയുണ്ടെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നൊക്കെ പറയുന്നത്. പല വ്യതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യതിചലനങ്ങളെ പുറത്തു നിർത്താനും ശരിയായതിനെ ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഇങ്ങനെ അഹ്ലു സുന്ന വൽ ജമാഅ മുതലായ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഖുർആനിൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂല്, നേരത്തെ ഇല്യാസ് മൗലവി പറഞ്ഞ ഒരു കിതാബ് ഇറക്കുക മാത്രമല്ല ചെയ്തത്, റസൂല് അത് വിശദീകരിക്കുകയാണ്. തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് റസൂല് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നൊരു രീതിശാസ്ത്രം ലഭിക്കും. ആ രീതിശാസ്ത്രം അനുസരിച്ച് സഹാബത്ത്, താബിഈങ്ങൾ, സലഫ് സാലിഹീങ്ങളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ മെത്തഡോളജി, മൻഹജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. സുഹൈബ് സാഹിബ് ദേശീയ തലത്തിലുള്ള യൂത്ത് മൂവ്മെൻറ്റുകളുടെ ഒരു കോർഡിനേഷൻ കൂടി നിർവഹിക്കുന്ന ആളാണ് സുഹൈബ് സാഹിബ്. അപ്പോൾ അന്നൽക്ക് കൂടിയാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഈ സംഘപരിവാറിൻ്റെ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളും അല്ലെങ്കിൽ കുപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളുമൊക്കെ ഒരു മുസ്ലിം യുവത്വത്തെ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം പല നിലക്ക് രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണാം. അതൊരു സാമുദായികമായ അല്ലെങ്കിൽ ഒരു സ്വത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണം എന്നതിനപ്പുറത്ത് ഒരു ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിമോചനപരതയെ യുവാക്കളിൽ എത്തിക്കാൻ മുസ്ലിം സമൂഹ നേതൃത്വത്തിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്, സാധ്യതയുണ്ട് എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാട് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, പല രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ഈ മുസ്ലിം വിവേചനങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇരകളൊക്കെ ആയിത്തീരുന്ന നിരന്തരമായ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പല രൂപത്തിലുള്ള എഫക്റ്റുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഫിസിക്കലായ എഫക്റ്റുകൾ, പ്രത്യക്ഷത്തിൽ തന്നെ പലയിടത്തും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ ഇതിൻ്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് സൃഷ്ടിക്കുന്ന ഒരു മെൻ്റൽ ട്രോമയുമുണ്ട്. അതായത് മാനസികമായിട്ട് ഇത് സൃഷ്ടിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന കുറേ വിവേചനങ്ങൾ, പുറത്തിറങ്ങി നടക്കുമ്പോൾ ആക്രമിക്കപ്പെടുമോ എന്ന് പറയുന്ന ഭീതി, പേടി, ഇതൊക്കെ സ്വാഭാവികമായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു സംഗതി ഒരു വശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഭീതിയുടെയും ഒരു പേടിയുടെയും അന്തരീക്ഷം ചില ആളുകളിലൊക്കെ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അതായത് ഒരു അപകർഷതാബോധം. അതുണ്ടാവുന്നതിൻ്റെ കാരണം നിരന്തരമായി ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളും ഒരുപാട് കള്ളപ്രചരണങ്ങളും നുണകളും ഒക്കെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ വിവരവും അങ്ങനെ കൃത്യമായ അധ്യാപനങ്ങളും വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരു മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇസ്ലാമിനെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിലും കൂടി ചിലരൊക്കെ ആലോചിക്കും. അതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാനൊന്നും പറ്റൂല, ചിലതൊക്കെ ഓക്കെ എന്ന രീതിയിലേക്കും ചില ആളുകളൊക്കെ പോകുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പം യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ആലോചനയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം കിടക്കുന്നത് തോന്നും. ഇപ്പോൾ ഇത് ഇന്ത്യയിലെ മാത്രം വിഷയമല്ലല്ലോ, ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിനെതിരായിട്ടുള്ള വലിയൊരു പ്രോപ്പഗണ്ട നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ബില്യൺ കണക്കിന് ഡോളറുകൾ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് അത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ ധാരാളക്കണക്കിന് ഇത്തരം ബോധങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്.
എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു കാരണം ചില ആളുകളൊക്കെ പറയാറുണ്ട്, അത് മുസ്ലിങ്ങൾ നന്നാവാത്തതിൻ്റെ കുഴപ്പമാണ്, നമ്മൾ നന്നായാൽ, നമ്മൾ നല്ല മനുഷ്യരായാൽ ഇതൊക്കെ നിന്നോളും. പക്ഷെ അതൊരു ശരിയായ ധാരണയുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. എല്ലാ അമ്പിയാക്കൾക്കും അവരുടെ സമൂഹത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. നബിമാരെന്ന് പറഞ്ഞാൽ ആരാ? നല്ല സ്വഭാവങ്ങളുള്ള, നല്ല മൂല്യങ്ങളുള്ള, സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരായിരുന്നു. എന്നിട്ട് ആ നബിമാർക്കെതിരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോ നമ്മളുടെ സ്വഭാവത്തിൻ്റെയോ പെരുമാറ്റത്തിൻ്റെയോ നമ്മൾ നന്നാവാത്തതിൻ്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നം ഇസ്ലാമാണ്. കാരണം എന്താ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ തന്നെയാണ് ഇസ്ലാം എതിർക്കപ്പെടാനുള്ള കാരണമായി മാറുന്നത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എല്ലാവരാലും അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പൊ ഇസ്ലാമിൻ്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണല്ലോ. അല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരു ദൈവവുമില്ല, മറ്റൊരു ആധിപത്യമുള്ളവനുമില്ല എന്നാണ്. അപ്പോൾ പടച്ചോന് മാത്രമാണ് ആധിപത്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ലോകത്ത് ഏകാധിപതികൾ, സ്വേച്ഛാധിപതികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചിരുന്നത് ഞങ്ങളാണ് രാജാക്കന്മാർ, ഞങ്ങൾക്കാണ് അധികാരം. അപ്പൊ ഇസ്ലാം വന്നിട്ട് പറയാണ്, നിങ്ങൾക്കല്ല അധികാരം, മനുഷ്യരെല്ലാം തുല്യരാണ്, അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരം, മനുഷ്യർ അടിമകളാണ്. അപ്പൊ ഇത് അംഗീകരിക്കാത്തവർ ഇസ്ലാമിനെതിരാവും. അതുപോലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊന്നാണ് മാനവികത. എല്ലാ മനുഷ്യരും തുല്യരാണ്, ആദമിന്റെ മക്കളാണ്. വംശത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ വിവേചനങ്ങൾ പാടില്ല എന്നത് ഇസ്ലാമിന്റെ വലിയ മഹത്തായ ഒരു അധ്യാപനാണ്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയോ? ഇല്ല. വംശീയ ബോധമുള്ള ആളുകൾ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വർണ്ണമാണ് മികച്ചത് എന്ന് വിശ്വസിക്കുന്ന, എന്ന് വിചാരിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ ആശയത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പിറന്ന ജാതി ഉത്തമമാണ് എന്ന് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ സവർണമായൊരു ബോധമുണ്ട്. ഞങ്ങളുടെ ജാതിയാണ് ഏറ്റവും ഉത്തമം. അവർക്ക് ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ വിരുദ്ധതയുടെ പ്രധാന ഒരു കാരണം എന്താ? ഇന്ത്യയിൽ ജാതീയപരമായ വിവേചനങ്ങൾക്കെതിരെ വലിയ അർത്ഥത്തിൽ പോരാട്ടം നയിച്ചത് ഇസ്ലാമാണ്. ഇതിനെ, ആ ബോധങ്ങൾക്ക് വലിയ പരിക്കുണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ശത്രുത എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മഹത്തായ ആദർശങ്ങൾക്കെതിരാണ്, ആശയങ്ങൾക്കെതിരാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളുക, മുസ്ലിം സമുദായം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അപ്പൊ നമുക്ക് ഈ കോംപ്ലക്സ് അല്ല ഉണ്ടാവുക, നമുക്കൊരു അഭിമാന ബോധം ഉണ്ടാവുക. കാരണം എന്താ? നമ്മളെ കയ്യിലുള്ള ആശയം വളരെ മഹത്തരമായതുകൊണ്ടാണ് അതിനെതിരെ ആളുകൾ നീങ്ങുന്നത്. അപ്പോൾ ആ ആശയത്തെ കൃത്യമായി ഇസ്സത്തോടുകൂടി ഉയർത്തിപ്പിടിപ്പിക്കുകയും അതിനെ പ്രകാശിപ്പിക്കുകയും, ഈ ആശയം മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും പ്രയോജനമുണ്ടാക്കുന്ന, മുഴുവൻ മനുഷ്യരുടെയും നന്മയെക്കുറിച്ച് പറയുന്ന ആശയമാണ് എന്ന പ്രബോധനം നിരന്തരമായി നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ മറികടക്കേണ്ടത്. അതോടൊപ്പം ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് ഭൗതികമായ ശേഷിയും ആത്മീയമായ ആശയപരമായ കരുത്തുണ്ടാവുക എന്നതുകൂടിയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ആ ഭൗതികമായ അർത്ഥത്തിലുള്ള ശേഷിയും നമ്മൾ നേടിയെടുക്കുക, ഈ ആശയപരമായ കരുത്തും ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിന് കഴിയും എന്നുള്ളതാണ്. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ശരിയായ വിശ്വാസികളാകുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഒരുപാട് പണ്ഡിത സഭകളുണ്ട്, സംഘടനകളുണ്ട്, രാഷ്ട്രീയ മൂവ്മെന്റുകളുണ്ട്. അപ്പോൾ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും ആണല്ലോ ഖുർആൻ. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആനിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുവരുന്ന വിഷയത്തിൽ എൻ്റെ ചോദ്യത്തിൽ അതുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ഒരു മുസ്ലിം നേതൃത്വം എന്നുള്ള നിലക്ക് ഇപ്പോൾ സാധിച്ചത്, ഇനിയുള്ള സാധ്യത, അതിനെക്കുറിച്ചൊന്ന് പറയോ? അതിൽ ഒരർത്ഥത്തിൽ എല്ലാ സംഘടനകളും, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള വ്യത്യസ്തങ്ങളായ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഒക്കെ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഇസ്ലാമിനെ മുന്നിൽ നിർത്തിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്, പണിയെടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ മുൻഗണനകളിൽ പല വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പലരുടെയും അജണ്ടകൾ പല രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാകും, സാമുദായികമായ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ് പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്
ജീവിതത്തെ മുഴുവനായും ഉൾക്കൊള്ളുന്ന ഒരാശയമാണല്ലോ. കേവലം ഒരു രാഷ്ട്രീയപരമായ ഒരു നേട്ടം അല്ലെങ്കിൽ സാമുദായികമായ ഒരു നേട്ടം എന്നതിനപ്പുറം ഇസ്ലാമിൻ്റെ സമഗ്രമായ ആശയത്തെ പ്രതിനിധീകരിക്കണം. പക്ഷെ അത്തരം പ്രതിനിധീകരണങ്ങൾ വളരെ കുറവാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും മുസ്ലിം സമൂഹം ഒന്നിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ഇപ്പം എന്തെങ്കിലും മുസ്ലിങ്ങളുടെ ഇപ്പോൾ തൊലാഖുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിധി വരുമ്പോൾ, അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ, നമ്മൾ മുസ്ലിം സമുദായം അതിൽ തന്നെ കുറവാണ്, എന്നിട്ടും കുറവാണ്. പക്ഷെ എങ്കിലും അത്തരം ഒരു യോജിപ്പുണ്ടാവുന്നത് അത്തരം ഒരു കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. പക്ഷേ അതൊരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു സംഭവത്തിലുള്ള യോജിപ്പിക്കാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, അത്രയും മഹത്തായ ആശയങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കണമെന്നും അത് മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കണം എന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിൽ യോജിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനം. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ ആലോചിച്ചൊക്കെ അറിയാലോ, ഇപ്പം ഇസ്ലാമിലെ പല സംവിധാനങ്ങൾ, ഇപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന് ഒരുപാട് ഉപകാരമുള്ള ഒരു സിസ്റ്റമാണ്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ നന്മ, അതൊരു അനുഷ്ഠാനം എന്നതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണത് നന്മയായി തീരുന്നത് എന്നത് അനുഭവിക്കാൻ ആളുകൾക്ക് കഴിയുമ്പോൾ, ഇസ്ലാമിനെ അനുഭവിച്ചിട്ടാണല്ലോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ ഇസ്ലാം അനുഭവിക്കുമ്പോഴാണ്. പക്ഷെ അത് അനുഭവിക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് വരാനുള്ള ഒരു അജണ്ടകൾ പലപ്പോഴും സമുദായത്തിന് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങളും അതിലുണ്ട്. പിന്നെ ടി എമ്മിനോടാണ്, യുക്തിവാദ രംഗത്തുള്ളവരുമായിട്ട് ടി എം ഇടക്കാലത്ത് ഒരു സംവാദമൊക്കെ നടത്തിയത് നമുക്കറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആനിനും ഇസ്ലാമിനും എതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ, ഇപ്പം നേരത്തെ മൗലവി പറഞ്ഞു ഖുർആനിൽ നിന്നാണ് നഹ്വ് ഉണ്ടാക്കിയത്. പക്ഷെ കേരളത്തിൽ ഒരാൾ പറയുന്നത് ഖുർആൻ വ്യാകരണം തെറ്റാണ്, അറബി വ്യാകരണം തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പം ഈ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ യുവാക്കൾ സംഘടന ഭേദമന്യേ വളരെ നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഈ വാദപ്രതിവാദങ്ങളും പ്രതികരണങ്ങളുമൊക്കെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഖുർആൻ മുന്നോട്ടു പോകാൻ എത്രത്തോളം അത് ഉപകരിക്കും, അതിൻ്റെ ഒരു ഫലം മൊത്തത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച്. ഏത് കാര്യത്തിനും പലതരം ഫലങ്ങൾ സൊസൈറ്റിയിലുണ്ടാകും. ഇതൊക്കെ കണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ഒറ്റപ്പെട്ടതാണെങ്കിലും സമൂഹത്തിലുണ്ട്. അതേസമയം പൊതുവിൽ ഇതിൻ്റെ ഒരു നമ്മൾ സഹോദര സമുദായത്തിലുള്ളവരോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്താൽ, മുമ്പ് നമുക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറയണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മളെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് എത്തിക്കണം. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. അവരൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അത്രയും ഈ ചോദ്യങ്ങളൊന്നും ആരും അപ്രതീക്ഷിതമായ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. കാരണം അന്തരീക്ഷത്തിലുള്ള ചോദ്യമാണ്. നമ്മളിതിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, യൂട്യൂബൊക്കെ ഒന്ന് കേട്ടാൽ, ഇസ്ലാമിൻ്റെ വിമർശകർ, എതിരാളികൾ പറയുന്ന ചോദ്യങ്ങളാണ് അവർ അവരുടെ ആന്തരികവൽക്കരിച്ച് അവരുടെ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ വലിയൊരു സഹായകമാണ്. ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് സമൂഹത്തോട് സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ നീക്കാനും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ഒക്കെയുള്ള ഒരവസരം കൂടിയാണ്. ഒരു കാര്യം ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക. അത്തരം സന്ദർഭത്തിലാണ് അത് ആളുകളിലേക്ക് നല്ല രീതിയിൽ വിനിമയം ചെയ്യപ്പെടുക. അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലായാലും പുറത്ത് ഓഫ്ലൈനിലായാലും ഒക്കെ ഒരു പ്രബോധനത്തിനുള്ള, നന്ന ചുരുങ്ങിയ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. മൗലവി, ഇസ്ലാം നിഷേധത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് നിഷേധം എന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ ആളുകൾ പലപ്പോഴും ഏറ്റവും നല്ല ഗുണകാംക്ഷ സ്വരത്തിലാണ് സംസാരിച്ച് തുടങ്ങുക. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു ടെക്സ്റ്റാണ്, അതങ്ങനെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതേസമയത്ത് ഹദീസുകൾ അങ്ങനെ ഇല്ല. അപ്പോൾ അതിങ്ങനെ പല സ്ഥലത്തുമാണ്, അതിൽ പലതും ദുർബലമാണ്, പല ജാതി ഉണ്ട്. നമുക്ക് ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി മാനവികമായിട്ടുള്ളത് ഖുർആനാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫജ്ലിദൂഹും മിഅത്ത ജൽദ, ഖുർആനിൽ വ്യഭിചാരത്തെ സംബന്ധിച്ച് 100 അടിയിൽ ഒതുങ്ങുമ്പോൾ
ഹദീസ് എടുത്താൽ എറിഞ്ഞു കൊല്ലണം എന്നിടത്തേക്കാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി മാനവികമായ ഒരു വായനയും കാര്യങ്ങളൊക്കെ ഖുർആനിലാണല്ലോ ഉള്ളത് എന്ന രീതിയിലൊക്കെ ഉള്ളൊരു പ്രചരണം നടക്കുന്നു. അതിന് പിന്നെ ഈ പ്രായോഗികമായിട്ട് നമ്മുടെ ഫീൽഡിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെ നടത്തുന്ന ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ട്. പക്ഷെ ഹദീസ് പഠന കേന്ദ്രങ്ങൾ തുച്ഛമാണ്. നമ്മുടെ ഇടയിൽ ഒരുപാട് ഖുർആൻ ഹാഫിളുകളുണ്ട്. പക്ഷെ ഹദീസ് ഹാഫിളുകൾ വളരെ അപൂർവമായി മാത്രമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇടയിൽ തന്നെ പ്രായോഗികമായിട്ടും നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സജീവമായ ചർച്ചയിൽ ഉള്ളതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സുന്നത്തിൻ്റെ പ്രാമാണികതയെ കുറഞ്ഞ വാക്കുകളൊന്ന് പറയാൻ പറ്റും. വളരെ കുറഞ്ഞ വാക്കുകൾ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ വിഷയം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആദ്യ സമൂഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ച സമൂഹമാണ്. ആ സമൂഹത്തോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാവേണ്ടതായിരിക്കാം. നിങ്ങൾ ഉത്തരം പറയും. ആദ്യത്തെ അഭിസംബോധരിൽ ആദ്യം മനസ്സിലാവേണ്ടതായിരിക്കാം. ആദ്യം ആരാണോ അത് കേൾക്കുന്നത്? അല്ല, റസൂലുള്ളാഹി. അതായത് അള്ളാഹു നബിയോട് ഒരു കാര്യം പറയാ, അഖീമുസ്സലാ. നമ്മളോടും പറഞ്ഞാണ്. ആദ്യം ജിബ്രീൽ മുഖേന നബിക്കാണ് അത് കിട്ടുന്നത്. അപ്പൊ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം തിരിയേണ്ട ആളാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂപ്പര വക 2 കൂട്ടിന്ന് വിചാരിക്കുക. 2 വക്ത് നബിയുടെ വക കൂട്ടിന്ന്. അങ്ങനെ കൂട്ടിയാൽ അതിൻ്റെ അർത്ഥം അല്ല പറഞ്ഞതിനെതിര് ആദ്യത്തെ ആളെന്നെ ചെയ്തു എന്നാ. അങ്ങനെ ഒരാൾ വിശ്വസിച്ച പിന്നെ അവന് ഖുറാനിൽ വിശ്വാസം ഇല്ലാണ്ടാകും. കാരണം ഈ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മുഹമ്മദ് നബിയാണ്. ഇത് ഖുറാനാണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ അധരങ്ങളിലൂടെയാണ് ഖുറാൻ വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരം നമസ്കരിച്ചു, 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചു, 2 റക്അത്ത് ജുമാ നമസ്കരിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം ഈ അള്ളാഹു പറഞ്ഞതിൻ്റെ ശരിയായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണിച്ചു തന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം? ആ ഖുർആനിനെ ആദ്യം പ്രയോഗവൽക്കരിച്ച മുഹമ്മദ് നബിയെ കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ രൂപം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ള. ഇത് അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. വമാ നഹാകും അൻഹു ഫൻതഹു. റസൂല് നിങ്ങളോട് വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അപ്പോൾ അവനാണ് അള്ളാഹുവിനെ അനുസരിച്ചത് എന്ന് തുടങ്ങിയ ഇതൊക്കെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നതാണ്. അല്ല, ഞാൻ തന്നെ ചുരുക്കി പറയണമെന്ന് പറഞ്ഞിട്ട് ഇടപെടുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് തന്നത് സ്വീകരിക്കണം, വിലക്കിയത് ഒഴിവാക്കണം എന്നത് യുദ്ധമുതലിന്റെ കാര്യത്തിലല്ലേ എന്നാണ് അവർ പറയുന്നത്. ഏതിന്റെ? യുദ്ധം മുതൽ ഓഹരി വെക്കുമ്പോഴാണല്ലോ ആ ആയത്ത് പറയുന്നത് എന്നാണ്. അതെങ്ങനെയാണ് മൊത്തം പിന്നെ കൊണ്ടുവന്നതിനെ എന്നുള്ളത് ഈ പറഞ്ഞ ഹദീസ് വാദികൾ പറയുന്നതല്ലേ? അതിനുള്ള മറുപടി ഖുർആൻ പലപ്പോഴും ഒരു വിഷയ സംബന്ധമായി അവതരിച്ചാൽ അത് ആ വിഷയം എവിടെയെല്ലാം ഉണ്ടോ അവിടേക്കൊക്കെ ബാധകമാണ്. അതൊരു മരുന്ന്, ഒരു വൈദ്യന് ഇടിച്ചുണ്ടാക്കിയ ഒരു മരുന്ന്, അത് ചിലപ്പോൾ എനിക്ക് വയറുവേദന ഉണ്ടായപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി തന്നതായിരിക്കും. അത് കുപ്പിയിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അതേ വയറുവേദന വേറൊരാക്കുണ്ടെങ്കിൽ മരുന്ന് മതി, അതേ സ്വഭാവമാണെങ്കിൽ. എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ ഒരു സാഹചര്യത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അവതരിച്ചാൽ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിഷയ അൽ ഇബ്റതു ബി ഉമൂമിൽ ലഫ്ളി ലാ ബി ഖുസൂസിസ് സബബി. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിരി. അവര് വന്നിട്ട് താങ്കളോട് ചോദിക്കുന്നു മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്.
അതിൽ വലിയ പാപമുണ്ട്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. ഒരാൾക്ക് പറയാം അത് അന്ന് ചിലർ ചോദിച്ചപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞ മറുപടിയാണ്, നമുക്കത് ബാധകമല്ല എന്നൊരാൾ പറഞ്ഞാൽ. ഇങ്ങനെ ഖുർആൻ വെച്ചുകൊണ്ട് ആർക്കും എന്തും വാദിക്കാം. ഖുർആൻ മുന്നിൽ പിടിച്ചുകൊണ്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് നരകത്തിലേക്കും പോകാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യഹ്ദി ബിഹി കസീറൻ യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉദ്ദേശം തന്നെ അതാണ്. അതായത് നബി മുഹമ്മദ് നബി മൈനസ് ഖുർആൻ, സുന്നത്ത് മൈനസ് ഖുർആൻ ആയാൽ ഈ കുട്ടികളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് പോലെയാവും. അത് ചവച്ച് തിന്ന് കഴിഞ്ഞ് അവസാനം ആയ ആ വിളഞ്ഞി പോലത്തെ സാധനം അത് ഉരുട്ടി ഉണ്ടയാക്കാം, നീട്ടിപ്പിടിച്ചിങ്ങനെ നീട്ടാം, പരത്താം, ഏത് കോലത്തിലും ചെയ്യാം. സുന്നത്തിനെ മൈനസ് ചെയ്താൽ ഖുർആന്റെ കോലം ഇങ്ങനെ ഉണ്ടാവും. അതാണ് അവരുടെ ആവശ്യം. അവരുടെ ഇച്ഛക്കനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മൈനസ് സുന്നത്ത് മൈനസ് ഖുർആൻ. ഇതാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖുർആനിനെ ഏത് രൂപത്തിലാണോ ആദ്യ തലമുറ വിശിഷ്യ അതിൻ്റെ അവരുടെ നേതാവായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്, അത് മൈനസ് ചെയ്തുകൊണ്ടുള്ള ഖുർആൻ മനസ്സിലാക്കൽ ഒരിക്കലും ശരിയായ മനസ്സിലാക്കൽ ആയിരിക്കുകയില്ല. ഈ ഹദീസ് മനപ്പാടുള്ള ആളെ ഹാഫിൽ എന്ന് പറയൂലേ, അത് അതിനെന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ഹദീസ്, അതായത് ആദ്യ ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നബിയുടെ ജീവിതമാണ് ഹദീസ്. 6236 ആയത്തുകൾ ഹൃദിസ്ഥമാക്കുന്നത് പോലെ 23 വർഷത്തെ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. മാത്രമല്ല, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ, ഉദാഹരണം പറയാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വല്യമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് അനന്തരാവകാശമുണ്ടോ, എൻ്റെ പേരക്കുട്ടി മരിച്ചു. അപ്പൊ അബൂബക്കർ പറയാണ്, എനിക്ക് ഖുറാനിലെ ആയത്തിൽ ഒരു വെല്ലിമ്മാക്കുള്ള സ്വത്തിനെ പറ്റി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നബിയിൽ നിന്നും കേട്ടിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സഹാബിമാരൊക്കെ വിളിച്ചുകൂട്ടി, ആരും ഒന്നും കേട്ടിട്ടില്ല. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 6 കൊടുത്തതായിട്ട്. അപ്പൊ വേറൊരു സഹാബി അങ്ങേപ്പുറത്തുനിന്ന് എണീറ്റ് നിന്നോട് പറഞ്ഞു, അതെ എനിക്കും അത് ഓർമ്മ ഉണ്ട്. അപ്പോഴാണ് ഒരു ഹദീസ് ഉണ്ടാകുന്നത്. ഹദീസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഹദീസ് ഉണ്ടാകുകയാണ്. പക്ഷേ അയാൾ നബിയിൽ നിന്ന് കണ്ടതും അനുഭവിച്ചതും കേട്ടതും അപ്പോൾ ഉദ്ധരിക്കുകയാണ്. ഒരു ലക്ഷം സഹാബിമാര് ഹജ്ജത്തുൽ വദായിൽ നബിയോടൊപ്പം തവാഫ് ചെയ്ത സഹാബിമാരിൽ ഒരാൾ മരിക്കുന്നത് ഏതാണ്ട് 90 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അയാൾ എത്രയൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടാവും. നബിയിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതും നബിയുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിച്ചതും ഒക്കെ ഒരാൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ എത്രയുണ്ടാകും. അപ്പം അതുകൊണ്ട് ഹദീസുകൾ ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എങ്കിലും ധാരാളം ഹദീസുകൾ കാണാതെ പഠിച്ച ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇബ്നു ബാസിന് 6 ഗ്രന്ഥങ്ങളും കാണാപ്പാടായിരുന്നു. എൻ്റെ ഒരു ഉസ്താദുണ്ട്, അദ്ദേഹം നബിയിൽ നിന്നിങ്ങോട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾ ധാരാളമായിട്ട് അദ്ദേഹം അതിങ്ങനെ ചൊല്ലുമ്പോൾ ഞാൻ ബുക്ക് നോക്കാറുണ്ട്. ഒരു ഹർഫ് തെറ്റാതെ പറയുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. 4000-ഓളം ഹദീസുകളൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഖുർആൻ പോലെ അത്ര വ്യാപകമല്ല എന്ന് മാത്രം. അത് രണ്ടാമത്തെ ഒരു കാര്യം ടീം ഓർമ്മിപ്പിച്ചത്, അതായത് ഖുർആൻ എന്നത് അതിൻ്റെ പാരായണം തന്നെ ഇബാദത്താണ്. അഥവാ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുക എന്നത് നമസ്കാരം ശരിയാവാൻ അത് നിർബന്ധമാണ്. അർത്ഥം അറിഞ്ഞാൽ വളരെ നന്നായി, അർത്ഥം അറിയാതെങ്കിലും ഓതൽ നിർബന്ധം. അറബി അറിയാത്ത ആളുകൾ കൊണ്ടാണ് ഓതുന്നത്. ഇതുപോലെ ഒരു പരിവേഷം ഹദീസുകൾക്കില്ല. ഹദീസുകൾ ഇങ്ങനെ അർത്ഥം അറിയാതെ ഇങ്ങനെ എടുത്തു ഓതുന്നത് ഇബാദത്താന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അത് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. ഏതായാലും ഹദീസിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള സ്റ്റഡി സെന്ററുകളും ശ്രദ്ധയൊക്കെ ഉണ്ടാവും. അത് നല്ലൊരു നിർദ്ദേശമാണ്. ചിലയിടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മളല്ല, ഈ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അല്ല, അതിന് മറ്റൊരു വഴിയുണ്ട്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിക്കൽ കൂടിയാണ്, അല്ലാതെ ഹദീസായിട്ട് പഠിക്കലല്ല. അങ്ങനെ പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്തും പഠിക്കാം. ഹദീസ് പഠിക്കാം, ഫിഖ് പഠിക്കാം, താരീഖ് പഠിക്കാം, ഇസ്ലാമിൻ്റെ ഹദാറ പഠിക്കാം, ഒക്കെ പഠിക്കാം, അഖ്ലാഖ് പഠിക്കാം. പക്ഷെ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിക്കലാണ്, ഫിഖ് പഠിക്കലാണ്, അഖ്ലാഖ് പഠിക്കലാണ്, ഒക്കെയാണ്. ഇനി സുഹൈബ് സാഹിബാണ്. ഈ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കരുത്തുള്ള തീഷ്ണതയുള്ള ഒരു കാലമാണ് യുവത്വം എന്നതാണ്.
ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും യുവത്വത്തിലാണ്. ആളുകൾ ജീവിതത്തിലൊന്ന് സെറ്റിലാവുന്ന സമയം, വീടിൻ്റെ പണി നടക്കുന്ന സമയം, അങ്ങനെ കുറേ സംഗതികൾ. അപ്പം ഇതിൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ടീം പറഞ്ഞ പോലെ ഹദീസും ഫിഖും ഒക്കെ ഉൾപ്പെടെ എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും? ജീവിതത്തിലെ ഏറ്റവും ക്രിയേറ്റീവായ, ഏറ്റവും കർമ്മശേഷിയുള്ള ഒരു പ്രായമാണ് യുവത്വം എന്നിവിടെ പറഞ്ഞു. അതേസമയം ഒരുപാട് തിരക്ക് പിടിച്ച ഒരു സമയം കൂടിയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തിരക്കാണ് എപ്പോഴും, അതുകൊണ്ടാണ് ഇത്തരം കാര്യം. ഇപ്പോൾ ഇവിടെ തന്നെ പരിശോധിച്ചാൽ, ഇവിടെ നിന്ന് മാത്രമല്ല, മൊത്തം നമ്മളുടെ ഖുർആൻ സ്റ്റഡി സെൻ്ററുകൾ, അതുപോലെ തന്നെ ഖുർആൻ സമ്മേളനങ്ങൾ, അതൊക്കെ പരിശോധിക്കുമ്പോൾ പ്രായമുള്ള ആളുകളായിരിക്കും കാര്യമായിട്ടുണ്ടാവുക. ഇവിടെ ഇപ്പോൾ സദസ്സിൽ കുറേ യുവാക്കളൊക്കെ കാണുന്നുണ്ട്, അൽഹംദുലില്ലാ. അതിൽ തന്നെ സ്ത്രീകളായിരിക്കും അധികവും. പക്ഷെ ഇവിടെ അത്യാവശ്യം പുരുഷന്മാരുണ്ട്, നല്ലൊരു സദസ്സാണ് ഇവിടെ. പക്ഷെ പൊതുവെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ്, ഇതൊക്കെ ഒരു പ്രായമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ പൊതുവെ. ഇതിനെ മാത്രമല്ല, ഇപ്പോൾ പല കാര്യങ്ങളിലും, അപ്പോൾ സക്കാത്ത്, ഒരു യുവാവായ ആള് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ് എന്നുള്ളൊരു ഒരു ബോധത്തിലേക്ക് പൊതുവെ വരൂല. കാരണം അതൊക്കെ പ്രായമായിട്ട് ചെയ്യേണ്ടതാണ്. ഉംറ, ശരിക്കും ഉംറ ഒക്കെ ചെയ്ത ആളുകൾക്ക് അറിയാം അത്യാവശ്യം ആരോഗ്യം വേണ്ട ഒരു കാര്യമാണ് അതെന്ന്. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് യൂത്ത് ഉംറ ഒക്കെ ചെയ്തിരുന്നു. അപ്പോ അത് ചെയ്യുമ്പോഴാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് കൊണ്ടെടുക്കാൻ തന്നെ അത്യാവശ്യം ആരോഗ്യം വേണം. അപ്പോൾ ആ ആരോഗ്യമുള്ള സമയത്ത് അതൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സന്ദേശം കൃത്യമായിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഖുർആനും അങ്ങനെ തന്നെയാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഇബാദത്ത് മാത്രമല്ലല്ലോ. അപ്പൊ പലപ്പോഴും ആളുകൾ ഖുർആൻ പഠിക്കുക എന്നുള്ള ഒരു ഇബാദത്ത് മാത്രമായിട്ട്, ശരിക്കും അത് ഈ ഭൂമിയിൽ കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിന് നല്ല ചടുലതയും ആലോചനയും ഒക്കെ ഉള്ള ആളുകൾ അത് പഠിക്കുമ്പോഴാണ് ആ ഖുർആനെ ഇവിടെ പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയാം. പക്ഷെ യുവാക്കള് തിരക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, ഈ തിരക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് കൂടിയാണ് കുറേയൊക്കെ. കാരണം ഇപ്പോൾ നമ്മൾ പറയും പുതിയ കാലത്ത് തിരക്ക് കൂടി. ശരിക്കും പുതിയ കാലത്ത് തിരക്ക് കുറയാണല്ലോ വേണ്ടത്. കാരണം സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പോയി ക്യൂ നിന്നിട്ട് കുറേ സമയം പോവാറുണ്ട്. കറണ്ട് ഓഫീസിൽ, പിന്നെ വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ കുറേ ക്യൂ നിന്നിട്ടാണ് ഒരു ദിവസത്തെ കാര്യം ചെയ്യുക. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, ഒരു ക്ലിക്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് മീറ്റിംഗ് ഓടണമെങ്കിൽ തന്നെ യാത്ര ചെയ്യണം, പോകണം. ഇപ്പോൾ ഓൺലൈനിൽ കൂടാൻ കഴിയുന്നുണ്ട്. ശരിക്ക് സമയം കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മളുടെ എൻഗേജ്മെന്റുകൾ കൂടുകയാണ്. അപ്പൊ ഈ എൻഗേജ്മെന്റുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ആ തിരക്കിന്റെ മുൻഗണനാക്രമം. അപ്പൊ നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് സമയമുണ്ട്, കുടുംബത്തിന് കൊടുക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഖുർആന് കൊടുക്കാനും നമുക്ക് സമയം ഉണ്ടാവണം. അത് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് അത് റെഡിയാവാം. അപ്പോൾ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരാളുടെ തീരുമാനമായിട്ട് അത് ഉണ്ടാവണം. കാരണം ഇത് ഞാൻ പഠിക്കേണ്ടതാണ്, പടച്ചോൻ എന്നോട് എന്തൊക്കെയോ പറയാണ്ട്, എന്നെ പടച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പടച്ചോന് എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാണ് ഖുർആന്. അപ്പൊ മറ്റേത് കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഖുർആൻ ഞാൻ അറിയേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തത്, ഇപ്പോൾ പഠിക്കണമെങ്കിൽ ഇപ്പോൾ മൗലവി പറഞ്ഞതുപോലെ നമുക്ക് ആധികാരികമായിട്ട് പഠിക്കാൻ ഉസ്താദുമാരും സംവിധാനങ്ങളൊക്കെ വേണം. പക്ഷെ എല്ലാവർക്കും അതിനിപ്പോൾ കഴിയണമെന്നില്ല. കാരണം എന്താ, നമ്മളുടെ ഒരു പഠനകാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കുറേ ആളുകൾ. അപ്പോൾ പുതിയ കാലത്ത് ഇത് പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആപ്പുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തെൻസീൽ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ അത് ഓണാക്കിയിട്ട് ഒരു ആയത്ത് പാരായണം ചെയ്താൽ അതിലെന്താണ് തജ്വീദ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുതരും. ആപ്പ് നമുക്ക് പറഞ്ഞുതരും അതിലെന്താണ് തജ്വീദ് പ്രശ്നം. പിന്നെ നമുക്ക് ഇഫ്ള് ആക്കണമെങ്കിൽ ഒരു സൗകര്യമുണ്ട്. ഒരു സൂറത്ത് തുടങ്ങിയിട്ട് അതിൽ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആയത്ത് മാഞ്ഞു പോകും. എന്നിട്ട് നമ്മളത് പിടിച്ചിട്ട് ആ ആയത്ത് ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അതിങ്ങനെ തെളിഞ്ഞു വരും. അതിൽ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അത് ചുവന്ന അക്ഷരത്തിൽ അത് കാണിച്ച് അത് തെറ്റാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരാളുടെ സാന്നിധ്യമില്ലാതെ തന്നെ നമ്മൾ പഠിച്ച ഹിഫ്ള് ശരിയാണോ അല്ലേ എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ. അർത്ഥം ഏത് ഭാഷയിലും നമുക്കൊരു ന്യായം ഉണ്ടാവില്ല. നാളെ അള്ളാൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് അറബി അറിയില്ലായിരുന്നു എന്ന് പറയാനൊരു ന്യായം ഉണ്ടാവില്ല. കാരണം ഏത് ഭാഷയിലും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അർത്ഥം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക, നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക ഒരു ദിവസം ഇത്ര സമയം ഞാൻ ഖുർആനിന് വേണ്ടിയിട്ട് കൊടുക്കും എന്ന് തീരുമാനിച്ച് അത് സ്ഥിരമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും. മാത്രമല്ല അത് പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അതെത്ര കുറച്ചാണെങ്കിലും. ചില സമയത്ത് നമ്മളിപ്പോൾ റമദാനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഖുർആൻ പഠിക്കും, കുറേ ഓതും, പിന്നെ അതങ്ങ് ഇല്ലാതാവും. അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നമ്മൾ എല്ലാ ദിവസവും കുറച്ചെങ്കിലും സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അതിൽ അള്ളാഹിൻ്റെ ബർക്കത്ത്, അതിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവും. ജോലിയിൽ, കുടുംബത്തിൽ, സമ്പാദ്യത്തിലൊക്കെ അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ കൃത്യസമയം പാലിച്ചാണ് പോണത്. 5 മിനിറ്റാണ് ഇനി നമ്മളെ കയ്യിലുള്ളത് ആകെ. ആ 5 മിനിറ്റിൽ 3 ആളും ഒരേപോലെ പറയേണ്ട ഒരു ചോദ്യമാണ്. ആദ്യം മൗലവി പറഞ്ഞോട്ടെ. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിതാക്കളോട് പൊതുവിൽ പറയാനുള്ള ഒറ്റ വാക്ക്, അത് വെറുതെ അല്ല, എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത ഖുർആൻ പഠനാനുഭവത്തിൽ നിന്നുകൊണ്ടിട്ട് പറയണം. പ്രത്യേകിച്ച് മൗലവി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പഠിച്ചപ്പോൾ തജ്വീദ് മാത്രം തന്നെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജീവിതാനുഭവത്തിൽ നിന്നുകൂടി ഒരൊറ്റ വാക്ക്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഞാൻ 1987 മുതൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് രാവിലെ വരെയും അത് തുടരുന്നു. ഔദ്യോഗികമായുള്ള പഠനം, അതായത് കിതാബ് തുറന്ന് വായിക്കുന്ന കഥയാണ് പറയുന്നത്. എൻ്റെ ഇപ്പോഴും ഏറ്റവും വലിയ ആഗ്രഹം നല്ല ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഇരുന്ന് ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്ന് പഠിക്കണം. ഇത് പറയാൻ കാരണം, ചില വലിയ പണ്ഡിതന്മാർ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണുമ്പോഴാണ്. സൂറത്ത് മുഹമ്മദില് വേറെയും സുഹൃത്തുക്കളാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത്ത് അഖ്ദാമക്കും. ഈ ആയത്തിൽ വയുസബ്ബിത്ത് അഖ്ദാമക്കും എന്ന ആ ഭാഗത്തിൻ്റെ അർത്ഥം ഞാനൊരു 10-25 കൊല്ലം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തഫ്സീർ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് മനസ്സിലായത്. സാധാരണ വിജയിക്കുന്നതിന് മുമ്പാണ് തസ്ബീത്തുൽ ഖദം വേണ്ടത്. പക്ഷേ ഗസയിൽ ഇസ്രായേൽ കീഴടങ്ങി ഹമാസിൻ്റെ നിബന്ധനകൾ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ പിൻവാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒപ്പിടുമ്പോൾ, ആ ഒപ്പിട്ട് കരാർ നിലവിൽ വന്ന അന്ന് ടെൻറ്റുകളിൽ 15 മാസമായി കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ തകർന്നടിഞ്ഞ ഗസയിലെ ആ കൂമ്പാരമായി കിടക്കുന്ന കൂമ്പാരങ്ങളിലേക്ക്, ആ മണ്ണിൽ തന്നെ ഞങ്ങൾ മരിക്കുവോളം ഷഹീദാകുവോളം ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ആ മണ്ണ് വാരിയിട്ട് ചുംബിക്കുന്നത് ഞാൻ കണ്ടു. തസ്ബീത്തുൽ ഖദം, പാദം ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞത്, അത് കണ്ടപ്പോഴാണ് ആ ആയത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. വിജയത്തേക്കാൾ ആ മണ്ണിൽ, ഖുദ്സിൻ്റെ മണ്ണിൽ, ബൈത്തുൽ മഖ്ദിസിൻ്റെ ഓരത്ത് പാദം ഉറച്ചു നിൽക്കാനുള്ള ശക്തി അവർക്ക് നൽകിയത് ഖുർആനാണ്. 50,000 മുതൽ 1,00,000 വരെ ഈ 15 മാസത്ത് തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥയിലും ഉള്ള ടെൻറ്റിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ ഹിഫ്ളാക്കി കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ കാഴ്ച ലോകത്ത് നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്തത്? ഈ ഖുർആൻ പഠിക്കാൻ നമ്മൾ എന്താ ചെലവാക്കിയത് എന്ന ആ സ്മരണ, ആ മനസ്സിൽ പതിഞ്ഞ ഭാഗം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും സ്വാധീനിക്കുന്ന ചിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ വാക്ക്, 1/2 മിനിറ്റ് കൊണ്ട്. ഖുർആൻ പഠനത്തെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവവും കാഴ്ചപ്പാടും ഞാൻ പറയുന്നില്ല, കാരണം പറയാൻ ഈ സമയം മതിയാവില്ല. എൻ്റേതല്ലാത്തൊരു സംഭവം പറയാം. ബോസ്റ്റിയൻ പ്രസിഡൻ്റായിരുന്ന അലിയ ലീസത്ത് ബഗോവിച്ച് വലിയ ബുദ്ധിജീവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഉമ്മയായിരുന്നു. ഉമ്മ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായ വേദന ഉണ്ടായി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, സാരില്ല എന്നൊക്കെ പലതും പറഞ്ഞു. പക്ഷെ മുമ്പ് പറഞ്ഞു, എനിക്ക് മയ്യത്ത് അടക്കി വന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഒരു രക്ഷയില്ല. അങ്ങനെ വെറുതെ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ മറിക്കാൻ തുടങ്ങി.
അപ്പോൾ ഒരു ആയത്ത് എൻ്റെ കണ്ണിലുടക്കി. അതിതാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ സമാധാനമുണ്ടായി. എൻ്റെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് ഉമ്മ മരിച്ചുപോയൊരു മകനോട് ഇതിനേക്കാൾ വലിയ എന്ത് സ്വാന്തനമാണ് ആർക്കാണ് പറയാൻ സാധിക്കുക? പിന്നെ ഖുർആൻ നമ്മളെ സ്വാന്തനിപ്പിക്കും, അതേസമയം ഖുർആൻ നമ്മളെ ഭീഷണിപ്പെടുത്തും, താക്കീതുകൾ നൽകും, വഅദും വഈദും എല്ലാം ഉള്ളതാണ് ഖുർആൻ. ആ ഖുർആനുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ ഓരോ ആയത്തുകളും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള അറിവുകളും അനുഭൂതികളുമൊക്കെ ഖുർആനിൽ നിന്ന് ഉണ്ടാകും. ഖുർആനോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നതിന് പല തട്ടുകളുണ്ട്, നമുക്കറിയാലോ. ഇപ്പൊ ഖിറാഅത്ത്, ഹിഫ്ള്, തിലാവത്ത്, തഫക്കുർ, തദബ്ബുർ, അങ്ങനെ വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ അത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാനിപ്പോൾ ഖുർആനോടുള്ള ബന്ധത്തിൽ ഏത് തട്ടിലാണുള്ളത് എന്നുള്ളതാണ്. അതായത് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഖുർആനോടുള്ള നമ്മളുടെ ബന്ധത്തിന്റെ പടികൾ നമ്മൾ കയറണം. ഇപ്പൊ മദ്രസ കാലത്ത് നമ്മൾ ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മൾ ഖിറാഅത്തിലാവരുത്, അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റെപ്പിലേക്ക്, തിലാവത്തിലേക്കും അത് തഫക്കുറിലേക്കും പഠനത്തിലേക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് ഖുർആനോടുള്ള ബന്ധം ഇങ്ങനെ വളരുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഏതായാലും പിന്നെ ഈ സദസ്സിന് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ഞാൻ ബഹുമാന്യരായ അതിഥികളോട് ചോദിച്ചതാണ്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ചോദ്യമായിരുന്നു എന്ന് ഈ പരിപാടി നടക്കുന്നതിനിടയിൽ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി. കാരണം നമ്മൾ ഇത് ആരംഭിച്ചത് മുതൽ ഇതുവരെ കണ്ണിമ വെട്ടാതെ നിങ്ങളെല്ലാവരും പൂർണ്ണമായ ശ്രദ്ധയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു മണിക്കൂർ കൂടി ഇത് തുടർന്നാലും മടുപ്പുളവാകാതെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലാണ് സദസ്സുള്ളത്. പ്രലോഭിപ്പിക്കുന്ന സദസ്സാണ്. പക്ഷെ സമയത്ത് നമ്മൾ നിർത്തണമല്ലോ, അടുത്ത പരിപാടിയുണ്ട്. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്യാസ് മൗലവിക്കും ടി മുഹമ്മദ് സാഹിബിനും CT സ്വൈബ് സാഹിബിനും നിങ്ങളെല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.